അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദുമാർ, ഉസ്താദുമാരെ, പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഏകദേശം 2 ആഴ്ചക്കാലോളം നീണ്ടുനിന്ന നമ്മുടെ സനറ്റ് ക്യാമ്പസ് ഫെസ്റ്റിൻ്റെ സമാപന സംഗമത്തിലാണ് നാം ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ വൈകിയ വേളയിൽ ഒരു ദീർഘപ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈ യോഗത്തിന് സ്വാഗതം പറയുക എന്നതാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ പോകുന്നത് നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ ഉസ്താദ് അവറുകളാണ്. ഉസ്താദിനെ ബഹുമാനപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട തങ്ങളവറുകളാണ്. തങ്ങളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഫെസ്റ്റിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾക്ക് ട്രോഫി സമ്മാനദാനം നൽകുന്നത് തങ്ങളവറുകളും അതുപോലെ കോടാലിപ്പൊയിൽ ഖത്തീബ് ഉസ്താദ് അവറുകളും അലി അക്ബർ വഹബി അവറുകളും ഷബീർ ഉസ്താദ് അവറുകളുമാണ്. അതുപോലെ അനുമോദന പ്രഭാഷണം നടത്തുന്നത് നൗഷാദ് സാഹിബ് അവറുകളും കോടാലിപ്പൊയിൽ ഖത്തീബ് ഉസ്താദ് അവറുകളും അലി അക്ബർ വഹബി ഉസ്താദും ഷബീർ വഹബി ഉസ്താദ് അവറുകളുമാണ്. എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ആദരണീയരായ സ്റ്റേജിൽ ഉപവിഷ്ടരായ ഉസ്താദുമാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അതിമഹത്തായ ഒരു പരിപാടിയിലാണ് നമ്മളിപ്പോഴുള്ളത്. ദിവസങ്ങളായി നമ്മൾ നടത്തി വരുന്ന ഫെസ്റ്റിന് സമാപനം കുറിച്ചുകൊണ്ടാണ് ഇന്ന് ഈ വിധത്തിൽ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആമീനെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരുപാട് കഷ്ടതകളും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് തന്നെയാണ് ഇൽമി രംഗത്ത് വിദ്യാർത്ഥികളായ നമ്മളൊക്കെ നിലകൊള്ളുന്നത്. ഞങ്ങളൊക്കെ ഇപ്പോഴും വിദ്യാർത്ഥികൾ തന്നെയാണ്. കാരണം ഇൽമ് എന്ന് പറയുന്നത് ഒരാൾ മരണം വരെ പഠിച്ചാലും അത് എവിടേക്കും എത്തുകയില്ല. ആയുസ് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണല്ലോ. വല്ലാഹി മൽ ഹയാത്തി ദുനിയാ ഫിൽ ആഖിറ ഇല്ലാ കമാ യഗ്മിസു അഹദുക്കും ഫിൽ യമ്മി ഫൽയുൽഖിൽ യമ്മു മാദാ തർജിഉ ഇലൈഹി എന്ന് പറഞ്ഞാൽ
ഒരു മനുഷ്യൻ്റെ ആയുസ് തന്നെ ആഴക്കടലിൽ ഒരാൾ തൻ്റെ വിരലിനെ മുക്കി എടുക്കുമ്പോൾ ആ വിരലിൽ നിന്നും എത്രയാണ് കടലിലേക്ക് ജലം ഇറ്റി വീഴുന്നത് എങ്കിൽ അത്രമാത്രമേ ഒരാൾക്ക് ദുനിയാവിൽ ജീവിക്കുവാനുള്ള ആയുസ് തന്നെ ലഭിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ ആഴക്കടലാകുന്ന ഇൽമിൽ നിന്നും ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് പരമാവധി കോരിയെടുക്കാൻ സാധിക്കുന്നത് തൻ്റെ വിരൽ ആ കടലിൽ മുക്കി എടുത്താൽ വിരലിൽ നിന്നും ആ കടലിലേക്ക് ഇറ്റി വീഴുന്ന തുള്ളികൾ എത്രയാണോ അത്രമാത്രമേ ഒരാൾക്ക് തൻ്റെ ജീവിതകാലത്ത് അറിവ് സമ്പാദിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ നാം എത്ര പഠിച്ചാലും അറിവ് നമുക്ക് തികയുന്നതല്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആയുഷ്കാലം മുഴുവൻ നമ്മൾ പഠിക്കുകയാണെങ്കിലും അറിവിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഊളിയിട്ട് എത്താൻ പ്രയാസമായിരിക്കും. എന്നാലും തന്നെ കൊണ്ടാവും വിധം അള്ളാഹുവിൻ്റെ ഇൽമ് കരസ്ഥമാക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും കടമയും ബാധ്യതയുമാണല്ലോ. കാരണം ഇൽമ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖൻ വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി. ഇൽമ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. അള്ളാഹുവിൻ്റെ പ്രകാശമാകുന്ന ഇൽമ് ദോഷികളായ ആളുകൾക്ക് അല്ലാഹു തആല നൽകുകയില്ല എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ് പഠിക്കാൻ വേണ്ടി നമ്മളെ തിരഞ്ഞെടുത്തു എന്നത് തന്നെ നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് എത്തുന്നതിൻ്റെ സൂചനയാണ്. അഥവാ ഇൽമ് പഠിക്കുന്ന വഴിയിൽ മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമ സലക്കല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന ശഫീഉനാ റസൂലുള്ളാഹി. ഇൽമ് സമ്പാദിക്കുന്ന വഴിയിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, അതാണല്ലോ നമ്മളിപ്പോൾ ചെയ്യുന്നത്, അറിവ് സമ്പാദിക്കുന്ന വഴിയിലാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ആ വഴി അവൻ സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടുപിടിച്ചു എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പാതയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ഈ പാതയിലൂടെ തന്നെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗപ്രവേശം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ തുണക്കുമാറാവട്ടെ, അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികളും ഫെസ്റ്റുകളുമൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതും അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതുവരെയുള്ള കലാകായിക മത്സരങ്ങളിലെ ഓരോ ടീമുകളുടെയും മാർക്കുകൾ: ബ്ലൂ ഹോസ് കായിക മത്സരത്തിൽ 74 പോയിന്റും നോൺ സ്റ്റേജ് മത്സരത്തിൽ 105 പോയിന്റും സ്റ്റേജ് മത്സരത്തിൽ 106 പോയിന്റും നേടിയപ്പോൾ ഹഗിയ സോഫിയ കായിക മത്സരത്തിൽ 85 പോയിന്റും നോൺ സ്റ്റേജ് മത്സരത്തിൽ 76 പോയിന്റും സ്റ്റേജ് മത്സരത്തിൽ 102 പോയിന്റും നേടിയപ്പോൾ ആസ്പൻ ഡോസ് കായിക മത്സരത്തിൽ 57 പോയിന്റും നോൺ സ്റ്റേജ് മത്സരത്തിൽ 107 പോയിന്റും സ്റ്റേജ് മത്സരത്തിൽ 107 പോയിന്റും നേടിയിരിക്കുന്നു. 263 പോയിന്റുമായി ഹഗിയ സോഫിയ 3-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ചെറിയ വ്യത്യാസത്തിൽ 271 പോയിന്റുമായി ആസ്പൻ ഡോസ് 2-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 285 പോയിന്റുമായി ബ്ലൂ ഹോസ് 1-ാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് സനത് 2K24 ഓവറോൾ ചാമ്പ്യൻഷിപ്പിന് മുത്തമിട്ടിരിക്കുകയാണ്. ഇനി വേദിയിൽ നടക്കാനിരിക്കുന്നത് ഓവറോൾ ചാമ്പ്യൻഷിപ്പിനുള്ള സമ്മാനദാനമാണ്. നൽകുന്നതിന് വേണ്ടി സ്ഥാപനത്തിന്റെ ട്രഷറർ അലി അക്ബർ വാബു അവരുകളെയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബ്ലൂ മോസ്കിന്റെ ലീഡർ
ഉബൈദുള്ളയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അടുത്തതായി റണ്ണേഴ്സ് അപ്പിനുള്ള സമ്മാനദാനമാണ്. നൽകുന്നതിന് വേണ്ടി സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ മുജീബ് ഉസ്താദിനെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇനിയുള്ളത് കലാ കായിക മേളകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനമാണ്. ജൂനിയർ തലത്തിൽ സ്പോർട്സ് ചാമ്പ്യനായിരിക്കുന്നത് ഹഗിയ സോഫിയയുടെ സുഹൈൽ സ്വാലി യു കെക്കുള്ള സ്പോർട്സ്മാൻ ചാമ്പ്യൻഷിപ്പ് നൽകുന്നതിന് വേണ്ടി വടാൽപൂർ ഖത്തീബ് പാകിസ്ഥാനെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അടുത്തതായി സീനിയർ തലത്തിൽ കായിക മത്സരത്തിൽ ചാമ്പ്യൻ പട്ടം നേടിയ ഉബൈദിനുള്ള സമ്മാനമാണ്. അത് നൽകുന്നതിന് വേണ്ടി നൗഷാദ് സാഹിബിനെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇനി കലാ മത്സരങ്ങളിലെ കലാപ്രതിഭകൾക്കുള്ള സമ്മാനമാണ്. ജൂനിയർ വിഭാഗത്തിൽ കലാപ്രതിഭയായിട്ടുള്ള ഇജാസ് എമ്മിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അത് നൽകുന്നതിന് വേണ്ടി തങ്ങളെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇനി സീനിയർ തലത്തിൽ കലാപ്രതിഭയായിട്ടുള്ള ഫായിസിനുള്ള സമ്മാനമാണ്. അത് നൽകുന്നതിന് വേണ്ടി ഷബീർ ഉസ്താദിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇനി നൽകാനുള്ളത് 2 ആഴ്ച കാലത്തെ ഫെസ്റ്റിന്റെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്ത് വേണ്ട രീതിയിൽ വിജയിപ്പിച്ച സുഫൈലിനുള്ള സമ്മാനമാണ്. അത് നൽകുന്നതിന് വേണ്ടി നജീബ് ഉസ്താദിനെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അല്ലദീ കഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹിൽ മുഫീന അഹദ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷർ, നമ്മുടെ പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ കൂടി പ്രിൻസിപ്പലുമായ മുജീബ് ഉസ്താദ് അവർകൾ, അതേപ്രകാരം ഈ യോഗത്തിൽ പ്രാർത്ഥന കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച ഈ വേദിയുടെ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട സയ്യിദ് അവറുകൾ, അതേപ്രകാരം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഷബീർ ഉസ്താദ്, നമ്മുടെ മറ്റുള്ള പ്രഗത്ഭരും പ്രശസ്തരുമായ ഉസ്താദുമാരെ, കമ്മിറ്റി ഭാരവാഹികളെ, മുത്തഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം അവൻ തൃപ്തിപ്പെട്ട അംഗീകരിക്കുന്ന ഒരു സ്വാലിഹായ അമലായി അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇതിലുപരി അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സംഗമിക്കാനും സന്തോഷിക്കാനും അല്ലാഹു തആല നമുക്ക് അവസരം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സുദീർഘമായ ഒരു അനുമോദന പ്രസംഗം ഞാനും നിങ്ങളും ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് സത്യം. ആയതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. എല്ലാവർക്കും ഈ പ്രയത്നത്തിന് വേണ്ടി ഇതുവരെ ഏകദേശം 2 ആഴ്ചക്കാലമായി നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മുതഅല്ലിമുകൾ, വിദ്യാർത്ഥികൾ അഹോരാത്രം അശ്രാന്ത പരിശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സന്തോഷിക്കാൻ വക നൽകിക്കൊണ്ട് ട്രോഫികളും മറ്റു സമ്മാനങ്ങളും
അൽഹംദുലില്ലാ കരസ്ഥമാക്കാൻ നമ്മുടെ മുതഅല്ലിം സുഹൃത്തുക്കൾക്ക് സാധിച്ചു. അല്ലാഹു തആല ഇതേ പ്രകാരം അല്ലെങ്കിൽ ഇതിലുപരിയായിക്കൊണ്ട് നാളെ സ്വർഗത്തിൽ സമ്മാനത്തോടുകൂടെ സ്വർഗത്തിൽ ഇതിനും വലിയ സമ്മാനം കരസ്ഥമാക്കാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ നമ്മുടെ എൽമിന്റെ പേരിൽ നമ്മൾ കരസ്ഥമാക്കിയ എൽമിന്റെ പേരിലാണ് നമുക്കിതെല്ലാം നൽകിയത് എന്ന് മനസ്സിലാക്കി. എൽമീ രംഗത്ത് നമ്മുടെ ഉദ്ഘാടന ഭാഷണത്തിലൂടെ നാം മനസ്സിലാക്കിയല്ലോ, എൽമീ രംഗത്ത് പിടിച്ചു നിൽക്കാൻ നമ്മൾ നല്ലപോലെ പരിശ്രമിക്കുകയും അതിനുള്ള കഠിനാധ്വാനം നമ്മിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യണം. ഈ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പിശാച് കഠിനാധ്വാനം അതിശക്തമായ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നാം മറന്നുപോവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, തീർച്ചയായിട്ടും പിശാച് നിങ്ങൾക്കുള്ള വ്യക്തമായ ശത്രുവാണ്. അതുകൊണ്ട് അവനെ നിങ്ങൾ ശത്രുവായിട്ട് തന്നെ കാണണം. ആ പിശാചി ഈ രംഗത്ത് നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ഓഫറുകളാണോ നൽകുന്നത് എങ്കിൽ ആ ഓഫറുകളെല്ലാം നൽകിക്കൊണ്ട് അവൻ ഈ രംഗത്തിൽ നിന്ന് സ്വർഗത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കും എന്ന് തീർച്ചയാണ്. അതുകൊണ്ട് ആ കെണിയിൽ നമ്മൾ പെടാൻ പാടില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. മറിച്ചുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ രംഗത്ത് ഒരാളെയെങ്കിലും, പ്രത്യേകിച്ച് നമ്മൾ മുതഅല്ലിമീങ്ങൾ മാത്രമാണല്ലോ, നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് നമ്മൾ കാരണമായി കൊണ്ട് ഒരു വിദ്യാർത്ഥിയെങ്കിലും ഒരാളെയെങ്കിലും ഈ ശരിയായ പാതയിലേക്ക് കൈപിടിച്ച് ആനയിക്കാൻ നമ്മെ കൊണ്ട് സാധിച്ചോ എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച ഒരു ഉദ്ധരണിയിൽ കാണാം, ആരെങ്കിലും ഒരു നന്മയുടെ വഴി കാണിച്ചു കൊടുത്താൽ അത് കാണിച്ചു കൊടുത്ത അവന്റെ അതേ പ്രതിഫലം ഇവന് ലഭ്യമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഇൽമു പഠിക്കാൻ ഒരു അലിഫ് പഠിച്ചിട്ടുണ്ട് എങ്കിൽ ആ പഠിക്കാനുള്ള അവസരം നമ്മൾ കാരണമായി കൊണ്ട് ആർക്കെങ്കിലും നാം ഉണ്ടാക്കി തീർത്താൽ, ഉണ്ടാക്കി നൽകിയാൽ നമുക്കും അതിന്റെ പ്രതിഫലം ലഭ്യമാണ്. ഇവന്റെ പ്രതിഫലം ചുരുങ്ങാതെ കണ്ട് ഈ പ്രതിഫലം അവന് ലഭ്യമാണ് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, അതിനാണ് ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടത്. നമ്മൾ കാരണമായി കൊണ്ട് ശരിയായ പാതയിലൂടെ ശരിയായ ദിശയിലൂടെ നടക്കാൻ ചലിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് സാധിച്ചോ എങ്കിൽ നമ്മൾ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടു. അല്ലാഹു തആല വിജയികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ ഈ കാര്യങ്ങൾ കാര്യഗൗരവമായി പരിഗണിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യയന വർഷം തുടങ്ങുമ്പോഴേക്ക് ഓരോ മുതഅല്ലിമീങ്ങളും ഒരാളെയെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് ഒരാളെയെങ്കിലും നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിന് നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും അനുമോദനങ്ങളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ആദരണീയരായ സയ്യിദ് അവർകളെ, വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഏകദേശം 15 ദിവസത്തോളം ഇവിടെ നടന്ന കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത ആളുകൾക്ക് അനുമോദനം അർപ്പിക്കുവാൻ വേണ്ടി ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഈ നാടിൻ്റെ ഓരോ ആളുകളുടെയും ഹൃദയത്തിൻ്റെ തുടിപ്പായ
ഈ സ്ഥാപനം. ഇതിൻ്റെ വളർച്ചയിൽ എപ്പോഴും ആഗ്രഹിക്കുന്ന ആളുകളുടെ സ്വപ്നമായ ഇതിൻ്റെ ഉയർച്ചയ്ക്ക്, ഇതിൻ്റെ വളർച്ചയ്ക്ക് നിദാനമാകുന്ന വിധത്തിൽ ഇവിടുത്തെ പരിപാടികൾ മാറുമ്പോൾ സ്വാഭാവികമായും ഈ നാട്ടുകാരൻ എന്ന നിലയിലും ഈ സ്ഥാപനത്തിൻ്റെ കമ്മിറ്റിക്കാരൻ എന്ന നിലയിലും വളരെ സന്തോഷമാണ് നിങ്ങളോട് രേഖപ്പെടുത്തുവാനുള്ളത്. നമ്മുടെ ഈ പരിപാടികളെല്ലാം ദീനിയായ അല്ലെങ്കിൽ ഇസ്ലാമികമായ പ്രബോധനത്തിൻ്റെ വഴിയിൽ ഓരോ ആളുകൾക്കും, ഓരോ വിദ്യാർത്ഥികൾക്കും പ്രചോദനം നൽകുന്ന, അതിന് ശക്തി പകരുന്ന എഴുത്തും വായനയും പ്രസംഗവും കായികമായി ആരോഗ്യവാന്മാരായി നിലകൊള്ളുവാനുള്ള പ്രവൃത്തികളുമാകുമ്പോൾ വളരെയധികം ശ്ലാഘനീയമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഊർജ്ജസ്വലതയോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ ദീനി വിജ്ഞാന രംഗത്തും അതിൻ്റെ പ്രബോധന രംഗത്തുമെല്ലാം നിലകൊള്ളുവാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ പരിപാടികൾ വിജയിച്ച പങ്കെടുത്ത, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിജയികളും ചിലപ്പോൾ പരാജിതരുമായ എല്ലാ ആളുകൾക്കും എല്ലാ നിലയിലും വിജയിച്ചു എന്ന് കരുതി അത് ഞാൻ വിജയിച്ചതിൻ്റെ പേരിൽ അമിതാഹ്ലാദത്തിൽ പിന്നീട് പരിശ്രമിക്കാതിരിക്കുമ്പോൾ ആ വിജയം നമുക്കൊരു തോൽവിയായി മാറും. അതില്ലാതെ പരാജിതൻ അതിൻ്റെ പേരിൽ സങ്കടപ്പെടാതിരിക്കാതെ എനിക്ക് വിജയിക്കണമെന്ന ഉത്തമമായ ഉത്കടമായ ആഗ്രഹത്തോടുകൂടെ നാം നിലകൊള്ളുകയാണെങ്കിൽ നാം ഏറ്റവും വലിയ വിജയിയായി മാറുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാം നമുക്കെല്ലാത്തിനുമുള്ള പ്രചോദനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും അനുമോദനങ്ങളും നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലിരിക്കുന്ന തങ്ങളവറുകളെ, മറ്റു പണ്ഡിതന്മാരെ, കോളേജിൻ്റെ ട്രസ്റ്റ് അലിക്കബർ ഉസ്താദ് അവറുകളെ, മുതഅല്ലിമുകളെ, രണ്ടാഴ്ചത്തോളമായി ഈ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഈ വിനീതനൊന്ന് വെറുതെ ഒന്ന് വന്ന് നോക്കിയതാണ്. വളരെയധികം സന്തോഷമായി. കാരണം നല്ല വൃത്തിയിൽ, നല്ല ചെറിയൊരു പരിപാടിയാണെങ്കിൽ പോലും നല്ല വൃത്തിയിൽ സ്റ്റേജും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത്, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തത്തെ ആരും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല, കമ്മിറ്റിക്കാർ പോലും. ഇതൊക്കെ നിങ്ങളുടെ കഴിവും നിങ്ങളുടെ പ്രവർത്തനവുമാണ്. ഈ ഉസ്താദുമാരെയും മുതഅല്ലിമിൻ്റെയും പ്രവർത്തനമാണ്. വളരെയധികം സന്തോഷമുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ വിജയമാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിയ ഈ സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇനിയും നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് എത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ. ഈ പരിപാടിക്ക് എല്ലാവിധ അനുമോദനങ്ങളും നൽകിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്ദി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എല്ലാ വർഷവും നാം നടത്തി വരാറുള്ള ആനുവൽ ആർട്സ് സ്പോർട്സ് ഫെസ്റ്റിൻ്റെ സമാപന യോഗത്തിലാണ് നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇവിടെ ഈ സമാപന യോഗത്തിൽ ഇപ്പോൾ എണീച്ചു നിൽക്കുമ്പോൾ തന്നെ ഈ കുട്ടികളോടുകൂടെ സഹവസിക്കുന്ന അധ്യാപകൻ എന്ന നിലയിൽ വളരെയധികം സന്തോഷം തോന്നുകയാണ്.
കാരണം ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ ബദറുൽ ഹുദയുടെ വിദ്യാർത്ഥികളും അവരുടെ എല്ലാ തലങ്ങളിലുള്ള മികവും കാണുമ്പോൾ മനസ്സിനും സന്തോഷം തോന്നുകയാണ്. ഈ സനറ്റ് 24 എന്നുള്ള ഈ പരിപാടി നാം ഇവിടെ തുടക്കം കുറിക്കാൻ ആലോചിച്ചത് മുതൽ, ഇതിൻ്റെ നാമം തിരഞ്ഞെടുത്തത് മുതൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വിജയകരമായ രീതിയിൽ എല്ലാ നിലയിലുമുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ തന്നെ നടത്താനും കാഴ്ചവെക്കാനും ഒക്കെ സാധിച്ച നമ്മുടെ കുട്ടികൾ, അവർക്ക് ആദ്യമായി ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വേദിയിൽ ഇവിടെ ഉപവിഷ്ടരായിട്ടുള്ള നമ്മുടെ കോളേജിൻ്റെ സ്നേഹിതർ, ഈ മഹല്ലിലെ ഖതീബർമാർ, അതുപോലെ തന്നെ കോളേജ് കമ്മിറ്റി ഭാരവാഹികൾ, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ യോഗത്തിന് പരിസമാപ്തി കുറിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.